തിരിഞ്ഞു കാണിച്ചു കൊടുക്കടാ എങ്ങനെയുണ്ട്. നീ കണ്ണാടിന്റെ ഉള്ളിൽ കയറിയിട്ടാ നോക്കുന്നേ. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. കുപ്പായി മാറ്റിട്ട് വരാം, കുളിച്ചിട്ട് വരാം, ചായ കുടിച്ചിട്ടെല്ലാം വരാം കേട്ടാ. റെഡിയായി തോർത്തലോട്ട് വന്നിട്ടുണ്ട്. ഇത്ര നേരം ഒന്നും ഉടുക്കാണ്ട് നടക്കലേനും കേട്ടാ. ഞാൻ ഇപ്പം വീഡിയോ എടുക്കേണ്ടോണ്ട് മാത്രം തോർത്തെടുത്ത് ഉടുപ്പിച്ചാന്ന് അല്ലേ. അതെയാ, എന്നാ പിന്നെ എന്നല്ലോ തിന്നാൻ ആക്കുന്നത് നമുക്ക് നോക്കിയാലോ. എനിക്ക് വേണ്ടി ഹെവി ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കലാണ്. നോക്കാം നമുക്കത് ഹെവി ഫുഡ് ഓൻ ഇന്ന് വൈകുന്നേരത്തോടെ അടിച്ച് കൊഴുക്കൂന്നാ പറയുന്നട്ടെ. കാണിച്ചാട്ടെ, അതിൽ വെച്ചാട്ടെ. ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുത്ത ബ്രെഡ്. പോഷകാഹാരം അതല്ല അൻവിക്ക് ഇത് ഇഷ്ടാട്ടെ, ഇപ്പൊ ഇഷ്ടം. കുറച്ച് കഴിഞ്ഞാൽ കൊടുത്ത് മടുക്കുമോന്ന് അറിയില്ല. അൻവീൻ്റെ ഫോട്ടോ, അൻവീൻ്റെ പേര് എല്ലാം ഫുള്ള് ബ്രാൻഡ് അങ്ങനെയുള്ള സാധനമാണ് കേട്ടോ. അൻവി ബ്രാൻഡിന്റെ പാത്രമാണ് മൊത്തം ഉള്ളത് അല്ലേ മീ? പേര് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ച്. എന്നാലും ഞാൻ ഇതെല്ലാം മാറ്റിയിട്ടേ വരുമെന്ന് അല്ലേ. ഫോട്ടോ ഉണ്ടായിട്ടും കാര്യമില്ലാന്ന്. അങ്ങനെ അൻവിക്കുള്ള വിഭവ സമൃദ്ധമായ ഭക്ഷണമെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അൻവീൻ്റെ കുളി അല്ലേ. കുളി എന്തായാലും കാണിക്കുന്നില്ല. കുളി ഒന്നും കാണിക്കണ്ടല്ലോ അമ്മ വിളിക്കുന്നേ വേണ്ടല്ലോ. സ്കൂളിൽ പോയി, സ്കൂളിൽ നിന്ന് കണ്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് പോയിട്ടുണ്ട്. പക്ഷെ അത് അന്നത്തെ ദിവസം നമ്മൾ വീഡിയോ എടുക്കാണ്ടെന്ന് കാരണം കണ്ടല്ലോ, അവൻ്റെ യൂണിഫോം ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പം പിന്നെ യൂണിഫോം എല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫസ്റ്റ് വീഡിയോ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നാൾ വീഡിയോ എടുക്കാണ്ടുന്നത്. ഈ വീഡിയോ എപ്പോൾ വരാമെന്ന് അറിയില്ല കേട്ടോ. സ്കൂൾ പ്രവേശനോത്സവം അതും ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ വരുന്നുണ്ടാവുക. യൂണിഫോം അല്ല, യൂണിഫോം പറഞ്ഞ ആ അങ്ങനെ വേണം പറയാ. കണ്ടാ എൻ്റെ മോനെ എന്തെന്ന രസം. സീസോ ഉണ്ട്. വേറെ എന്നുള്ള വലിയ സീസോ നല്ല രസമുണ്ടാ. കയറിയിട്ടില്ല. ഇന്ന് പോവാ കയറേ. ഇന്ന് കയറൂലേ? പറഞ്ഞ അമ്മയ്ക്ക് ഇന്നലെ കറങ്ങുന്നതിൽ കയറിയിട്ട് തല ഇറങ്ങിനാ. ക്ഷീണായി പോയാ? തല ഇറങ്ങിപ്പോയാ? എന്നിട്ടോ തല ഇറങ്ങിയിട്ട് വീണാ? ഇല്ലല്ലോ. യൂണിഫോം ഇടുന്നത് വരെ അവൻ്റെ മൂടെല്ലാം ഓക്കെയാണ്. പോകാനും നല്ല ഇഷ്ടവും ചിരിയും കളിയല്ലാണ്. പക്ഷേ ഇങ്ങനെ ഇനി സ്കൂളിലേക്ക് പോകുന്ന അടുപ്പിച്ചിട്ട് ടൈം ആകുന്നതിനെ അവൻ്റെ മൂടിങ്ങനെ മാറി മാറി വരുന്നുണ്ട്. എന്താവുമെന്ന് അറിയില്ല ലാസ്റ്റ്. അതിനെ കുട്ടികളാകുമ്പോൾ പിന്നെ അങ്ങനെ ആണല്ലോ. എന്തായാലും അവൻ്റെ പോക്ക് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്നത് വരെ നമുക്ക് എന്തായാലും എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം. ബെൽറ്റ് അമ്മി ഒറ്റക്ക് ഇടാന്നാണ് പറഞ്ഞത് കേട്ടോ. ഷർട്ടിൻ്റെ മുകളിലോട്ട് ഇടുന്നുണ്ട്. ആകുന്നില്ലല്ലോ, സമ്മതിച്ചില്ലേ? ഞാൻ ഇട്ടേട്ടെ, ഞാൻ പിന്നെ ഇട്ടുതരാം. എടുക്ക്. ആദ്യം നമ്മൾ ഷർട്ടില്ലേ ട്രൗസറിൻ്റെ ഉള്ളിലൊക്കെ ആക്കണം, ഇൻസൈഡ് ആക്കണം. പിന്നെ ഇൻസൈഡ് ആക്കാണ്ടല്ലേ. ആ പിന്നല്ല മറ്റേ ഡയലോഗ് എന്ന് പറഞ്ഞിട്ടെ ഒന്ന് ഒരിക്കൽ പറയാപ്പാ. രംഗചേട്ടൻ എന്നാണ് എന്തോ ഞാൻ മറന്നു പോയി. എന്ന് ഏനോ അത് രംഗചേട്ടൻ എങ്ങനെയാന്ന് അൻവിച്ചേട്ടൻ എങ്ങനെ ഇത്ര സെറ്റപ്പായി? യൂണിഫോം ഇടുമ്പോൾ വരുന്ന ഡയലോഗ് അല്ലല്ലോ. തിരിഞ്ഞു കാണിച്ചു കൊടുക്കടാ എങ്ങനെയുണ്ടെന്ന്. യൂണിഫോം ഇട്ടിട്ട് കണ്ടാ നിങ്ങൾ കണ്ടില്ല ഇതുവരെ ഇങ്ങനെ അൻവീന കണ്ടില്ല? ഇല്ലല്ലോ. ഇതാണ് അൻവി, യൂണിഫോം എല്ലാം ഇട്ടിട്ടുള്ള അൻവി, സ്കൂളിൽ പോകുന്ന അൻവി അല്ലേ അല്ലേ. ഇനി ഒരു സാധനം കൂടി ഒഴിവുണ്ട്. ഏതാ ഇടണ്ട ഇനി നമുക്കൊരു ഷൂ ഇല്ല ഇവിടെ, അതും കൂടി ഇട്ടാലോ സെറ്റപ്പ് ആവും. ഏതാ മോനെ സോപ്പ് നല്ലോണം പറക്കുന്നുണ്ടല്ലോ. കുളിപ്പിക്കാൻ ഒരാള്, ചായ കൊടുക്കാൻ ഒരാള്, യൂണിഫോം ഇടാൻ ഒരാള്, ഷൂ ഇടാൻ ഒരാള്. ഷൂ ഇടാൻ മേമ. ഒരുപാട് കാഴ്ചക്കാരുണ്ട്. ഒന്ന് കണ്ണാടിയെല്ലാം നോക്കിയിട്ട് വെച്ചിട്ട് പോകുന്നുണ്ട്.
നീ കണ്ണാടിൻ്റെ ഉള്ളിൽ കയറിയിട്ടാ നോക്കുന്നത്? ദൂരോട്ട് എന്നിട്ട് നോക്കടാ. മുടിയെല്ലാം റെഡിയാക്കി കണ്ണാടി നോക്കിയിട്ട്. മുടിയെല്ലാം ശരിയാക്കുന്നില്ല. ഒന്നും എടുക്കണ്ടേ പോകുമ്പോ? പിന്നെ പോവാനെങ്ങനെ ഒന്നാത് പോവാനുള്ള മടി തുടങ്ങിയെന്ന് തോന്നല്ലോ. നമുക്ക് അടിപൊളി ഒരു ഫോട്ടോ എടുക്കണ്ടേ? ബാ എന്തിട്ട് എല്ലാരും കൊണ്ടാക്കും അമീന. ബാ എല്ലാരും വരുന്നുണ്ട്. ബാ വരാൻ മടി ആടെ ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓനുമാരും നീ പോകേണ്ടി വരാണ്. അൻവിച്ചേട്ടൻ ഇത്ര സെറ്റപ്പായിട്ട് പോവാൻ മടി എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അൻവി സ്കൂളിലേക്കുള്ള യാത്രയിലാണ്. അമ്മി അച്ഛന് കാണാൻ പോലെ അച്ഛനോടൊന്ന് പറഞ്ഞട്ടെ പുതിയ യൂണിഫോമാന്ന് പറഞ്ഞട്ടെ. ആടുന്ന് ഇറക്കാൻ പറ്റ പാട് നമുക്കേ അറിയൂ. വെച്ചാല് ഓൻ ആടുന്ന് ഇറങ്ങുന്നില്ല. മിക്കവാറും അമ്മയോ എൻ്റെ നിശ്ചിത സ്കൂളിൽ പോകേണ്ടി വരും നോക്കും. അല്ലേ അമ്മേ? നിങ്ങളും കൂടി ഒന്ന് പോയിട്ട് കേട്ടോ എന്നാല്. അങ്ങനെ ബസ് വന്നിരിക്കുകയാണ് അല്ലേ അമ്മേ? ബസ് വന്ന് ടാറ്റാ. ആടാ ഇപ്പം ചിരിയെല്ലാം വന്നല്ല. അവിടെ ബസ്സിൽ കയറുമ്പോ സ്വഭാവം മാറി ചിരിയെല്ലാം വന്നല്ലോ. എന്നാ ഓക്കെ കേട്ടോ, വൈകുന്നേരം കാണാം. അങ്ങനെ അൻവീനെ കൊണ്ടുവിട്ടിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ വരിക്കാൻ നിന്നിട്ടുണ്ട് നിങ്ങളോട് വൈദ്യപ്പ് പറയാൻ വേണ്ടി. പിന്നെ പോകുന്നത് വരെ യൂണിഫോം ഇടുന്ന ടൈം വരെ ഓൻ നല്ല ചിരിയും കളിയേനും. യൂണിഫോം ഇട്ട് കഴിഞ്ഞേരം ഒരു ചിരി മാറി പോവാൻ മടിയായി. നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഇറയെ തീർന്നിട്ട് എടുത്ത് കൊണ്ടുപോകാൻ പെട്ട പാട്. അമ്മേൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങുന്നില്ല. ഞാൻ വെച്ചാൽ അമ്മേനെയും കൊണ്ട് അങ്ങ് വണ്ടിയിൽ കൊണ്ടുപോയി വരുമെന്ന് വെച്ച് ലാസ്റ്റ് സ്കൂൾ ബസ് വന്ന ഒരു കയറിയാരോ ഫുള്ള് ഹാപ്പി ആയി കേട്ടോ ആള് അല്ലേ? ചങ്ങായിമാരെ കണ്ടേരോ ഫുള്ള് ഹാപ്പി. ടാറ്റയെല്ലാം പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് പോയി. അങ്ങനെ അൻവിയുടെ ഫസ്റ്റ് ഡേ ഇൻ സ്കൂൾ അല്ല ഫസ്റ്റ് ഡേ അല്ല ഫസ്റ്റ് യൂണിഫോം എങ്ങനെ പറയാ അല്ല ഫസ്റ്റ് യൂണിഫോം ഡേ ഇൻ അൻവി എന്ന് പറഞ്ഞിട്ട് അൻവി യൂണിഫോമിലുള്ള ആദ്യത്തെ സ്കൂളിൽ പോയ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആദ്യം പോയൊന്നും യൂണിഫോം ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നാന്നല്ലോ യൂണിഫോം കിട്ടിയിനി അല്ലേ? അപ്പോൾ ഇന്ന് യൂണിഫോമിലിട്ട വീഡിയോ നമ്മൾ ഇടാൻ വെച്ച് യൂണിഫോമിലിട്ട് കാണാൻ എന്നാ രസമെന്നറിയാം. അപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും യൂണിഫോം എല്ലാം ഇട്ട് സ്കൂളിൽ പോകുന്നതൊന്ന് കാണണം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഷൂ ഇടാൻ കാരണം ഷൂ ഇവളാണ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് പിന്നെ ഒരാള് ഒന്നും കൊണ്ടാക്കി ഇവിടെ വന്നവളെ ഒരാൾ റൂമിൽ കയറി അങ്ങ് കിടന്നിട്ട് സങ്കടം കൊണ്ട് മോനെ വൈകുന്നേരം വരെ എൻ്റെ മോനെ കാണാതെ ഇങ്ങനെ കിടക്കണം വെച്ചിട്ട് ഭയങ്കര കണ്ടാ ഉണ്ട് കേട്ടാ സംഭവം. പോകുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് പോയി. പണ്ടൊക്കെ ഞാനുള്ള ചെറുപ്പത്തില് യൂണിഫോമിലിട്ട് സ്കൂളിൽ പോകാൻ എന്തൊരു ഇൻട്രസ്റ്റ് നിങ്ങളല്ല അല്ലേ? ഞാൻ എന്താ പറയുക സ്കൂളിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കയറുന്നില്ലല്ലോ. സംഗീതം കൂടി ഇവിടെ വേണേനോ മേടിക്കൽ ചിലപ്പോൾ ബസ്സിന്റെ ബേക്കിൽ തന്നെ വണ്ടി എടുത്തിട്ട് വിടും വരും സ്കൂൾ വരെ. പിന്നെ എന്തിട്ടാ എനിക്ക് കാണുന്ന എനിക്ക് വൈകുന്നേരം വന്ന് കാണാൻ എനിക്ക് ആടെ എന്താ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്. ആടെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ വേറെ അല്ലല്ലോ സ്കൂളിലെല്ലാം പോയി ചേട്ടായിരിക്കും എന്തോ മറ്റേ അഡ്വഞ്ചർ എന്തോ സാധനത്തിന് കിട്ടിയാന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും സങ്കടം വന്നിട്ട് ഇരിക്കാണ്. ഇപ്പൊ ഒറ്റ പോക്ക് റൂമിൽ കയറി വാതിലെടുക്കും. വൈകുന്നേരം വരുന്നവരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒച്ച ഉണ്ടാക്കണ്ടല്ലേ ഇവരോട്. ഇത് ഞാൻ കാണിച്ചു കൊടുക്കും കേട്ടോ അവരോട്.